സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയും സ്പേസ് പാർക്ക് മുൻ കൺസർവേറ്ററുമായ സ്വപ്ന സുരേഷിന്റെ കടുത്ത ആരോപണങ്ങൾക്ക് വിധേയരായ മുതിർന്ന CPM നേതാക്കൾക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ പാർട്ടി അനുമതി നൽകിയിട്ട് 1 വർഷം കഴിഞ്ഞു. അനുമതി നൽകിയ വിവരം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും നേതാക്കളാരും ഇതുവരെ വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ എന്നിവർ മോശമായി പെരുമാറിയെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ മറ്റു ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു. തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ നേതാക്കളെ വെല്ലുവിളിച്ച സ്വപ്ന തെളിവുകൾ ഹാജരാക്കാമെന്നും വ്യക്തമാക്കി. കേസ് കൊടുത്തില്ലെങ്കിൽ ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് തുല്യമാണെന്നും ചർച്ച പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നെങ്കിലും വെല്ലുവിളി ഏറ്റെടുക്കാൻ നേതാക്കൾ ആരും തയ്യാറല്ല. കടകംപള്ളി സുരേന്ദ്രനെതിരായിരുന്നു ഏറ്റവും രൂക്ഷമായ പരാമർശങ്ങൾ. അദ്ദേഹം മോശമായി സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ കൈവശം ഉണ്ടെന്നും സ്വപ്ന അവകാശപ്പെട്ടു. ശ്രീരാമകൃഷ്ണനാകട്ടെ ആരോപണങ്ങൾ ശരിയല്ലെന്ന് വിശദീകരിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ സ്വപ്ന പുറത്തുവിട്ടതോടെ തുടർ നടപടി ഉണ്ടായതേയില്ല. ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് പാർട്ടി അനുമതി വേണമെന്നായിരുന്നു പാർട്ടിയുടെ ഉന്നത ഘടകങ്ങളിൽ ഉൾപ്പെടെ ഈ നേതാക്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. തുടർന്നാണ് നേതാക്കൾക്ക് സ്വന്തം നിലയിൽ നിയമ നടപടി സ്വീകരിക്കാൻ പാർട്ടി അനുമതി നൽകിയത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ദുരൂഹമായ ഇടപാടുകളും ഉൾപ്പെടെയാണ് സ്വപ്ന ആവർത്തിച്ച് ആരോപിച്ചത്. കോടതിയിൽ കൊടുത്ത 2 രഹസ്യമൊഴികളിലും ഇതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തെളിവുകളെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തന്നെ കൈമാറിയെന്നുമാണ് സ്വപ്ന പറയുന്നത്. എന്തുകൊണ്ടാണ് സ്വപ്നയുടെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി പോകാത്തതെന്ന കേരളത്തിലെ ജനങ്ങളടക്കമുള്ളവർ പല രീതിയിൽ ചോദിച്ചിരുന്നു മുൻ സ്പീക്കർ അടക്കമുള്ളവരോട്. എന്നാൽ അതിന് തങ്ങൾ തയ്യാറാണെന്ന് ആദ്യഘട്ടത്തിൽ വീമ്പ് മുഴക്കിയ പലരും ഈ പാർട്ടി അതിന് അനുമതി നൽകിയിട്ടും അതിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകുന്നില്ല, ആ ഒരു പരാതിയുമായി പോലും മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകാതെയോ അല്ലെങ്കിൽ നടപടിയുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതോ ഈ ഒരു ഘട്ടത്തിൽ കൃത്യമാണ്. അതിന് പിന്നിൽ പല കളികളും നടന്നിട്ടുണ്ട് എന്നത്. എന്തായാലും സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്ന പലപ്പോഴും പല രീതിയിലും നമുക്ക് വ്യക്തമായിട്ടുമുണ്ട്. തന്റെ പക്കൽ തെളിവുകളുണ്ട്, അത് എപ്പോൾ വേണമെങ്കിലും ആര് ചോദിച്ചാലും പുറത്തേക്ക് വിടാൻ തയ്യാറാണെന്ന് പറയുകയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് സ്വപ്ന. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ആളുകൾ സ്വപ്ന സുരേഷിന്റെ വാക്ക് എപ്പോഴും വിശ്വസിക്കുന്നത്.